വേദനകളും സഹിച്ചുകൊണ്ട് ഇവിടെ കെട്ടിപ്പടുത്തി ഈ രൂപത്തിൽ അല്ലാഹു തആല എത്തിച്ചു തന്നു. ഇനിയും അല്ലാഹു തആല വലിയ വളർച്ച ഈ സ്ഥാപനത്തിന് നൽകുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ദ്വാരക്കണം. എന്താണ് കാരണം? അറിവ് സമ്പാദിക്കലാണ് ലക്ഷ്യം. അറിവ് എന്നാൽ ആ മഹത്തായ പ്രകാശത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ വച്ച് ഏറ്റവും അധികം മഹത്വം ഉള്ള ആൾ, എല്ലാ മഹത്വവും ഏതെങ്കിലും ഒരു വിഷയത്തിലോ രണ്ട് വിഷയത്തിലോ 10-ലോ 100-ലോ അല്ല, മുഴുവൻ വിഷയങ്ങളിലും ഏറ്റവും അധികം മഹത്വമുള്ള ഒരേ ഒരു വ്യക്തി, അത് അത്ഖാക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും അധികം അള്ളാഹുവിന് തഖ്വ ചെയ്യുന്ന ഏക വ്യക്തിയാകുന്നു. ഇതാരാണ് ഈ ഏക വ്യക്തി? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ. അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ഇന്നി അഅലമുക്കും ബില്ലാഹി വഅഖ്ശാകും വഅത്ഖാകും. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമുക്ക് വേറെ ആൾ പഠിപ്പിച്ചു തരാനില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ഇതിനെ സംബന്ധിച്ച് പഠിപ്പിക്കേണ്ടതും അവിടുന്ന് തന്നെ, അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കേണ്ടതും അവിടുന്ന് തന്നെ. ആ നിലക്ക് നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിനെ തന്നെ സത്യം, ഞാനാണ് അള്ളാഹുവിനെ ഏറ്റവും അധികം അറിയുന്ന ആൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അള്ളാഹുവിനെ ഏറ്റവും അറിയുന്ന ആൾ. അതിന്റെ അപ്പുറം അള്ളാഹുവിനെ അറിഞ്ഞ ഒരു മനുഷ്യൻ ഇല്ല. അതുകൊണ്ട് തന്നെ അത്ഖാക്കും, ഏറ്റവും അധികം തഖ്വ ചെയ്യുന്ന, തഖ്വയുടെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ആളും ഞാൻ തന്നെ. വഅഖ്ശാകും, അള്ളാഹുവിനെ ഏറ്റവും അധികം പേടിക്കുന്ന ഉന്നതമായ വ്യക്തിയും ഞാൻ തന്നെ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ ഇൽമ് ബഹുമാനപ്പെട്ട ഇമാം മുസീരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബുർദ എന്ന ഖസീദയിൽ പറഞ്ഞത് നിങ്ങളൊക്കെ ചെല്ലുന്നതാണ്. وَإِنَّ مِنْ جُودِكَ الدُّنْيَا وَضَرَّتَهَا وَمِنْ عُلُومِكَ عِلْمَ اللَّوْحِ وَالْقَلَمِ وَمِنْ عُلُومِكَ ഓ ഹബീബായ നബിയേ, അങ്ങയുടെ ഇൽമിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹ് ഖലമിന്റെ ഇൽമ്. അല്ലാഹു തആല ഖലമിനോട് എഴുതാൻ കൽപ്പിക്കുകയും അങ്ങനെ ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു തആല
എഴുതിപ്പിക്കുകയും ചെയ്ത ഇൽമുണ്ട്. ഇവിടെ ദുനിയാവിൽ നടക്കുന്ന ഓരോ ചെറിയതും വലിയതുമായ മുഴുവൻ കാര്യങ്ങളും ആഖിറത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളും ഇതെല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിട്ടുള്ളത് ഒരിക്കലും എഴുതാൻ കഴിയാത്തതാണല്ലോ ഇൽമ്, മഅരിഫത്ത്. മഅരിഫത്ത് അല്ലാഹുവിന്റെ ഹബീബിനുള്ളതില്ലെന്ന് ഒരു ചെറിയ ചെറിയ ഭാഗം മാത്രമേ ലൗഹുൽ മഹ്ഫൂദിലുള്ളൂ എന്ന് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞത് എത്രമാത്രം യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇൽമ് എന്ന ആ സാധനം അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ച വസ്തുവാണ്. സമ്മാനിച്ചത് മുഴുവൻ ആളുകൾക്കും അവിടുന്ന് വിതരണം ചെയ്തു. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, എല്ലാവർക്കും അറിവ് പഠിപ്പിക്കുവാനാണ് ഞാൻ നിയുക്തനാക്കപ്പെട്ടത് എന്ന് അവിടുന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. ലക്ഷത്തിൽ പരം സഹാബികളെ വാർത്തെടുത്തു. അവർ അത് അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും ശിരസാ വഹിച്ചു, ഏറ്റെടുത്തു. അവരിവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഒന്നാമത്തെ വ്യക്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവര് വലിയ സ്ഥാനം എത്തിച്ചു. എത്രത്തോളം മറ്റുള്ള മുഴുവൻ ആളുകളെയും ഈമാൻ തുലാശിന്റെ ഒരു തട്ടിൽ വെക്കുകയും സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ ഒരു വ്യക്തിയുടെ ഈമാൻ അധികരിക്കുന്നു എന്ന ആ രൂപത്തിലേക്ക് അത്രയും അധികം ഇൽമ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി, ഈമാനുണ്ടായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതെന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും നിസ്കരിച്ച അത്രയും നിസ്കാരം നിസ്കരിച്ചതുകൊണ്ടോ നോമ്പ് പിടിച്ചതുകൊണ്ടോ ഹജ്ജ് ചെയ്തതുകൊണ്ടോ അല്ലെന്നത് യാഥാർത്ഥ്യമാണല്ലോ. പിന്നെയോ ഇന്നമാ ഹുവ ബിശൈഇൻ മുഖ്തിറ ഫീ ഖൽബിഹി മിൻ മഹബ്ബത്തില്ലാഹി വറസൂലിഹി. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും പ്രിയം വെക്കുക എന്ന ആ മഹബ്ബത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് സ്ഥലം പിടിച്ചു. അതാണ് ഇത്രയും വലിയ സ്ഥാനം. അതാണ് വലിയ സ്ഥാനം. അങ്ങനെ ആ ഇൽമു എന്ന പ്രകാശം ഇങ്ങനെ ലോകത്ത് ആ മഹാന്മാരായ സഹാബികൾ ഏറ്റെടുത്തു. അവർ താബിഉകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവരിൽ നിന്ന് 4 മദ്ഹബിന്റെ ഇമാമുകൾ അവർ ഏറ്റെടുത്തു. 4 മദ്ഹബിന്റെ ഇമാമുകൾ ആരാണ്? വെറും വുളൂഇന്റെയും നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും മസ്അല പറഞ്ഞു കൊടുക്കുന്ന മുഫ്തിമാര് മാത്രമല്ല. അവരെല്ലാവരും ഖുതുബുകളും ഗൗസുകളും വലിയ സ്ഥാനമെത്തിച്ച ഔലിയാക്കളാണ് കേട്ടോ. ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റത്തി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ 4 ഇമാമുകളും ആരാണ്? വെറും മുഫ്തിമാരല്ല. അവർ വലിയ ഖാദിമാരാണ്, വലിയ ഔലിയാക്കളാണ്, വലിയ ആരിഫീങ്ങളാണ്. എന്നിട്ടോ അവർ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടാണ് ലോകത്തിന് പഠിപ്പിച്ചത്. മസ്അലയിൽ വല്ല തർക്കമുണ്ടായതുകൊണ്ട് ചീത്ത പറയാൻ അവർ പഠിപ്പിച്ചിട്ടില്ല.
മസ്അലയിൽ ചിലപ്പോൾ അലിമികളുടെ ഒരു തർക്കം വരാം, അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. എന്നാൽ അതിന് പകരം പരസ്പരം ചീത്ത പറയാൻ അവരാരും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 4 മദ്ഹബിന്റെ ഇമാമുകളുടെയിൽ മസ്അലയിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ 4 എന്നായത്. എന്നാൽ ഈ 4 ഇമാമുകളിൽ ഒരു ഇമാമ് മറ്റൊരു ഇമാമിനെ ചീത്ത പറഞ്ഞിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല, തരം താഴ്ത്തിയിട്ടില്ല, മറിച്ച് ബഹുമാനിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കൂ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഇമാമുൽ ആസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമാണ്. വഫാത്തായ ഇമാമുൽ ആസം മരിച്ച അതേ ദിവസമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. എന്നാൽ ശാഫിഈ ഇമാം കണ്ടിട്ടില്ലല്ലോ, ഉറപ്പല്ലേ? അങ്ങനത്തെ ശാഫിഈ ഇമാം പറയുന്നു, ഞാൻ ബഗ്ദാദിലായിരുന്ന കാലത്ത് മിക്ക സമയങ്ങളിലും അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകും. പ്രത്യേകിച്ച് എനിക്ക് വല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ, വല്ല പ്രശ്നങ്ങളും എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ഉടനെ വുളൂഎടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഇമാമുൽ ആസം അബൂ ഹനീഫയുടെ ഖബറിന്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് അബൂ ഹനീഫ ഇമാമിനെ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വിഷമങ്ങളും തീർന്നുപോയി. ആരാണ് പറയുന്നത്? ആഗോള പ്രശസ്തനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, സഹോദരങ്ങളെ, അങ്ങനെ ആ ഇമാമുകൾ മഹാന്മാർ പരസ്പരം പഴി പറയുന്നവരല്ല, എതിര് പറയുന്നവരല്ല, ചീത്ത പറയുന്നവരല്ല, നിസ്സാരപ്പെടുത്തുന്നവരല്ല. അവരെല്ലാവരും പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള മഹത്തുക്കൾ ഏറ്റെടുത്ത ഇൽമ്. അതുപോലെ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു, ശൈഖുൽ മശായിഖ് അശ്ശൈഖ് ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു, അബുൽ അബ്ബാസ് സയ്യിദ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു, ഖുത്ബുൽ ഔലിയായി അൽ ഇമാം ശാദിലി റളിയല്ലാഹു അൻഹു, താജുൽ ഔലിയായി സയ്യിദ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഔലിയാക്കൾ. അതാ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകമയക്കപ്പെട്ട താജുൽ മലിക്കുൽ ഹിന്ദ്, സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഔസുൽ അളം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ സിർറുൽ അസ്റാർ എന്ന കിതാബിൽ പറയുകയാണ്, ഇജ്തമഅതു അന വശൈഖ് മുഈനുദ്ദീൻ ഫീ ജബലിൻ മിനൽ ജിബാലി ഫതലബ മിന്നി അൻ നജീഅ മഈ ഇലാ ബഗ്ദാദ്. മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് പോരാൻ എന്നോട് ആവശ്യപ്പെട്ടു, ഞാനും നിങ്ങളെ കൂടെ ബഗ്ദാദിലേക്ക് വരട്ടെയോ എന്ന് ചോദിച്ചു. ആര് പറയുന്നു? ഔസുൽ ആലം പറയുന്നു. ആ സമയത്ത് ഔസുൽ ആലം പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങൾ ബഗ്ദാദിലേക്ക് വരണ്ട, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകമായി ഇന്ത്യ രാജ്യത്തേക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട വ്യക്തിയാണ്. അതുതന്നെ അദ്ദേഹത്തിന്റെ ശൈഖ് ബഹുമാനപ്പെട്ട കശ്ഫുൽ മഹ്ജൂബ് എന്ന കിതാബിന്റെ മുസന്നിഫായ ഷെയ്ഖ് മുഹമ്മദുൽ ഹജൂരി റളിയല്ലാഹു അൻഹു എന്ന വലിയ പണ്ഡിതന്റെ അടുക്കൽ പോയി പ്രത്യേകം 40
40 ദിവസത്തെ ട്രെയിനിങ് കഴിച്ച് അങ്ങനെയാണ് സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യ രാജ്യത്തേക്ക് വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേക കൽപ്പന പ്രകാരം അജ്മീറിലേക്ക് വരുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് ഇസ്ലാം മതപ്രചരണം എങ്ങനെ? പത്രക്കാർക്ക് മലയാളം മനസ്സിലാവുമെന്നറിയില്ല, ഞാൻ പറയട്ടെ. മലയാളം മനസ്സിലാവൂല, നിങ്ങൾ കന്നഡയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതം പ്രചരിച്ചത് വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, ബോംബ് കൊണ്ടല്ല. ഇന്ത്യ രാജ്യത്ത് അല്ല, ലോകത്തെവിടെയും ഇസ്ലാം പ്രചരിച്ചത് പണച്ചാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടല്ല, പ്രകോപനത്തിലൂടെയല്ല, പ്രലോഭനത്തിലൂടെയല്ല, ഭീഷണിയിലൂടെയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത്, അമാനുഷിക സംഭവം, അസാധാരണ സംഭവം. ഇത് പരിഭാഷപ്പെടുത്തി കൊടുക്കണം മുഹമ്മദ് മുസ്ലിയാർ. ഈ പത്രക്കാർക്ക് അതിന്റെ ആളില്ല ഇവിടെ, കന്നഡ ഭാഷ അറിയുന്ന പത്രക്കാർക്ക് വേണ്ടി മാത്രം ഉറുദു പറഞ്ഞാൽ ജനങ്ങൾക്ക് കഴിയും. നിങ്ങളെന്താ നിങ്ങളെ അറിയില്ല? മലയാളം ഒന്നും അറിയില്ല, ഈ പറയുന്ന മലയാളം ഒന്നും മനസ്സിലാവില്ല. ഇസ്ലാം ഇവിടെ വാളും പരിചയം എടുത്ത് യുദ്ധം ചെയ്ത് ഉണ്ടാക്കിയതല്ല, അക്രമത്തിലൂടെ ഉണ്ടാക്കിയതല്ല. മഹാന്മാരുടെ കറാമത്തുകൾ, അമാനുഷിക സംഭവങ്ങൾ, അതുകൊണ്ടാണ് ഇവിടെ പ്രചരിച്ചത്. അത് പറയാനിപ്പോ സമയമല്ലാത്തത് കൊണ്ട് ഞാനതിന് ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം. അജ്മീർ ഷരീഫിലും ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ വന്നു. അവിടുത്തെ മുമ്പിൽ വന്ന് ചില ആളുകളൊക്കെ ഇസ്ലാമായി. അവിടുത്തെ കറാമത്ത് എന്താ? കറാമത്ത് ഒരു രോഗി വന്ന് പറയുമ്പോ നിനക്ക് രോഗമല്ലടോ പോ എന്ന് പറഞ്ഞാൽ രോഗമല്ല, മാറി. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അവർ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് നടപ്പിൽ വരുത്തും. രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ. അങ്ങനത്തെ കറാമത്തുകൾ കണ്ട് കുറച്ചാളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്ന്, അങ്ങനെ മുസ്ലിമീങ്ങളും അവിടുത്തെ വലിയ വലിയ കടുത്ത ഹൈന്ദവ സഹോദരങ്ങളും എല്ലാം അവിടെ ജീവിക്കുന്നു. ആ സമയത്ത് അജ്മീറിലൊരു കുളമുണ്ട്, ആരോ പോയി കണ്ടിട്ടുണ്ടോന്നറിയില്ല. ആനാസാഗർ എന്ന് പറയുന്ന വലിയൊരു കുളം, ഏകദേശം നമ്മളെ ഈ കാണുന്ന മൈതാനിന്റെ അത്ര കാണും. ഇപ്പൊ കുറച്ച് ചുരുക്കിന്ന് കേട്ടിട്ടുണ്ട്, അല്ലാഹുവാലോ. ആ കുളത്തിൽ നിന്നാണ് എല്ലാ മനുഷ്യരും വെള്ളം എടുത്ത് കുളിക്കുകയും കുടിക്കുകയും ചെയ്യാറുള്ളത് ആ കാലഘട്ടത്തിൽ. അങ്ങനെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോ അവിടുത്തെ ഭരണാധികാരി പൃഥ്വിരാജൻ അയാൾക്ക് ദേഷ്യം കൂടി. നാളെ മുതൽ ഒരൊറ്റ മുസ്ലിമും ഇവിടുന്ന് വെള്ളം എടുക്കാൻ പാടില്ല, ആനാസാഗർന്ന് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പാസാക്കി. ഓ സോനി എന്താ ചെയ്യാ? ജനങ്ങളെല്ലാവരും വന്ന് ഖാജാ തങ്ങളോട് പറഞ്ഞു, ഇവിടുത്തെ ഭരണാധികാരി പൃഥ്വിരാജൻ നമ്മളെ വെള്ളം എടുക്കുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു. മഹാനവരുകൾ പറഞ്ഞു, വിരോധമല്ല എന്ന് ഭരണാധികാരി പറഞ്ഞല്ലേ, നമ്മളൊന്നും എതിർക്കാൻ പോണ്ട, നമ്മളെതിർക്കണ്ട. പക്ഷെ ഒരു പാത്രം വെള്ളം ആ കുളത്തിൽ നിന്ന് ഇന്ന് മുക്കിയെടുക്കാൻ സമ്മതം തരുമോ എന്ന് ചോദിക്കും. സമ്മതം തന്നാൽ മുക്കിയെടുക്കും,
അങ്ങനെ ചെന്ന് ചോദിച്ചപ്പോ ഒരു പാത്രം വെള്ളമല്ലേ, അത് ഇന്ന് നിങ്ങൾ മുക്കിയെടുത്തോളൂ, നാളെ മുതൽ തൊടാൻ പാടില്ല. ഓ റെഡി. ഒരു പാത്രം വെള്ളം മുക്കിയെടുത്ത്, ഒരു കൂസിൽ വെള്ളം മുക്കിയെടുത്ത് ആ വെള്ളം കൊണ്ടുവന്ന് ഖാജാ തങ്ങളുടെ മുന്നിൽ അങ്ങ് കൊടുത്തു. അവിടെ സൂക്ഷിച്ചു. നേരം വെളുത്ത് നോക്കുമ്പോൾ കിലോമീറ്റർ നീളവും വീതിയുമുള്ള ആഴമുള്ള കുളത്തിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി. സുബ്ഹാന ജല്ല ജലാലുഹു. എല്ലാവരും പേടിച്ചു, എല്ലാവരും വിറച്ചു. എന്താണ് ഇതിന് കാരണം? അങ്ങനെ പൃഥ്വിരാജന്റെ ഉപദേഷ്ടാവായ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു സിദ്ധനുണ്ടല്ലോ, ആ സിദ്ധനും കൂട്ടരെയും തടഞ്ഞതല്ലേ വെള്ളം കുടിക്കുന്നതിൽ തൊട്ട്, അതുകൊണ്ടായിരിക്കാം, അതുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ ഒന്ന് പോയി പറയാം. ചെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖാജാ തങ്ങൾ എന്താണ് പറഞ്ഞത്? ഇസ്ലാമിന്റെ നിയമം നിങ്ങൾക്കറിയുമോ? ഒരു മനുഷ്യൻ പണം ചെലവ് ചെയ്ത് സ്വന്തം ഭൂമിയിൽ കിണർ കുഴിച്ചാൽ പോലും അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരുന്നവരെ തടയാൻ പാടില്ല. വെള്ളം കുടിക്കാൻ തടയാൻ പാടില്ല. ഇതാണ് ഞങ്ങളെ മതം, ഇസ്ലാം മതം. എന്നിട്ട് ഈ പൊതുവായി എത്രയോ കാലം മുമ്പ് കുടിച്ചു വരുന്ന ഈ കുളത്തിൽ നിന്ന് ഞങ്ങൾ കുടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട എന്ന് ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞു. അങ്ങനെ വെള്ളമങ്ങ് വറ്റിപ്പോയതാണ്. അങ്ങനെ അതാ വന്ന് കാലുക്ക് വീഴുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണമോ? എന്നാൽ ഞാൻ മടക്കി വാങ്ങിത്തരാം. പക്ഷേ എല്ലാവർക്കും അവിടുന്ന് വെള്ളം കുടിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞപ്പോൾ പൃഥ്വിരാജനും കൂട്ടരും അതിൽ സമ്മതിക്കുകയും അവര് ഒക്കുകയും ചെയ്തപ്പോൾ ഈ കൂതിലുണ്ടായിരുന്ന വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിച്ചു. ഒഴിച്ചതോടുകൂടി കുളം നിറഞ്ഞ് അതാ വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1,00,000 ആളുകൾ ഈ ഒരൊറ്റ കറാമത്ത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് ചരിത്രം. ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് ആ രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്ന വലിയ സ്വാമിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് ഈ കറാമത്ത് കണ്ടുകൊണ്ടാണ്. അങ്ങനത്തെ എത്രയോ എത്രയോ കറാമത്തുകൾ കൊണ്ട് ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചതാണ്. നമ്മുടെ കേരളക്കരയിലും കേരളത്തോടടുത്ത ഈ കർണാടക സ്റ്റേറ്റിലുമെല്ലാം ഇസ്ലാം മതം കടന്നു വന്നത് ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹുവിന്റെയും അതിനുശേഷം ബഹുമാനപ്പെട്ട മാലിക് ദീനാർ തങ്ങളുടെയും അതുപോലുള്ള സഹാബികളുടെയും താബിഈകളുടെയും വഴിയിലൂടെയാണ്. ആ കാലഘട്ടത്തിന് ശേഷവും ഒരുപാട് ഔലിയാക്കന്മാർ ലോകത്ത് മുഴുവനും അല്ലാഹു തആല അയച്ചു കൊടുത്തു. ഈ കൊടകിലതാ പല സ്ഥലത്തും ഔലിയാക്കൾ വന്നു. പല സ്ഥലത്ത് കൊണ്ടങ്കേരി സഖാഫ് കുടുംബത്തിൽപ്പെട്ട സയ്യിദ് വന്നു. എരുമാട് സൂഫി സയ്യിദും അതുപോലെ അവിടുത്തെ സഖാഫ് തങ്ങളും അങ്ങനെ തുടങ്ങി. ഇവിടെ എത്ര സ്ഥലത്താണ് ഈ കൊടുകിൽ വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കൾ വന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു. കേരളത്തിലുണ്ട്, കർണാടകത്തില്, ഗുൽബർഗയില് ബന്ദേ ഗരീബ് നവാസ്, ബന്ദേ നവാസ് റളിയല്ലാഹു അൻഹു അതാ ഗുൽബർഗയിൽ. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ബീജാപ്പൂര് തുടങ്ങിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓരോ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോഴും അവിടെ ഔലിയാക്കളാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് എന്ന് അന്നാട്ടിലുള്ള ഹിന്ദുക്കൾ വരെ സമ്മതിക്കുന്നു. അങ്ങനെ ഈ ഔലിയാക്കളൊക്കെ ഇൽമു കൊണ്ടാണ് മക്കളെ ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. ഇൽമാണ് അവരുടെ കയ്യിലുള്ളത്. അതാണ് ഇൽമും തഖ്വയും. അതാണ് അവരുടെ ഹൃദയത്തിലുള്ളത്, അവരുടെ കൈവശമുള്ളത്. ഇൽമിന്റെ പാരമ്പര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്.
എന്റെ ഉമ്മത്തുകളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ എന്നും ഹക്കിൽ അടിയുറച്ചു നിൽക്കുന്നവരുണ്ട്. അവർ വളരെ പ്രത്യക്ഷമായി തന്നെ ഉണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ കേട്ടതുപോലെ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ പാരമ്പര്യം തുടരാനാണ് നമ്മൾ ഈ പടികളൊക്കെ എടുക്കുന്നത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവറുകൾ, അല്ലാഹു അവരുടെയൊക്കെ ദറജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മെലിയാണ് നിങ്ങൾ കേട്ടതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് മാലിക്കി തങ്ങൾ. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ എങ്ങനെ എത്തി എന്നത് തന്നെ ഒരു വലിയ അദ്ദേഹത്തിന്റെ വലിയൊരു കറാമത്തായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ. മർക്കസു സഖാഫത്തി സുന്നിയക്ക് തറക്കല്ലിട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരനാണ്. തറക്കല്ലിട്ട് പോയതിന് ശേഷം മർക്കസ് ഇങ്ങനെ വളർന്നു വരുമ്പോ ഞാൻ കാണാൻ വേണ്ടി ആവശ്യപ്പെടും, എപ്പോഴും ക്ഷണിക്കും. അപ്പോഴൊക്കെ എന്നോട് പറയും, അള്ളാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കട്ടെ, മദീനയിൽ പോയി സമ്മതം ചോദിക്കട്ടെ, അത് കിട്ടിയാൽ വരുമെന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള റബീഉൽ അവ്വൽ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് റസൂലുള്ളാഹി സമ്മതം തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ ഹദീസിന്റെ ഇജാസത്തുകളൊക്കെ വാങ്ങിയപ്പോ അതിനുശേഷം ദലായിലുൽ ഖൈറാത്ത്, അതുപോലെ അസ്മാഉൽ ബദർ, അസ്മാഉൽ ഹുസ്ന തുടങ്ങിയ അതിനുശേഷം ദലായിലുൽ ഖൈറാത്ത്, അതുപോലെ അസ്മാഉൽ ബദർ, അസ്മാഉൽ ഹുസ്ന തുടങ്ങിയ ദിക്ർ, ഹിസ്ബുൽ ബഹർ, അങ്ങനെ ഹിസ്ബുൽ നസ്ർ, ഇതിന്റെയൊക്കെ ഇജാസത്തുകൾ വേണമെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ എല്ലാം സഹോദരൻ അബ്ബാസിന്റെ അടുക്കലാണ്, അതുകൊണ്ട് നീ അബ്ബാസിന്റെ അടുത്ത് പോയിക്കോ. അബ്ബാസ് തായിഫിലാണ് ഇപ്പൊ ഉള്ളത്, അവിടെ പോയാൽ അദ്ദേഹത്തെ കാണാം, ഞാൻ ടെലിഫോൺ ചെയ്ത് പറയാന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഫോൺ ചെയ്ത് ഞാൻ തായിഫിൽ പോയിട്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കി തങ്ങളോട് ഇതിന്റെ എല്ലാം ഇജാസത്ത് വാങ്ങിയിരുന്നു. അങ്ങനെ അത് മുതൽ ഞാനും അവരുമായി വളരെയധികം ബന്ധമാണ്. അതുകൊണ്ടായിരിക്കണം അല്ലാഹു തആല എന്നെ വിളിച്ചു. രാവിലെ ദുബൈന്ന് ഞാൻ അറിയുന്നു, അവർ വഫാത്ത് അറിയുന്നു. പെട്ടെന്ന് ടിക്കറ്റ് നോക്കിയപ്പോ 12 മണിക്ക് ടിക്കറ്റ് ഉണ്ട്. 12 മണിക്ക് പോയി, 2:30 മണിക്ക് സൗദി ടൈം 2:30 മണിക്ക് അവിടെ ഇറങ്ങി. അവിടെ 1 മണിക്കൂർ ഏകദേശം അവിടുത്തെ വീട്ടിലേക്ക് എത്തണം 3:30 മണിക്ക്. അങ്ങനെ ആ 3:30 മണിക്ക് ഞങ്ങൾ എത്തുമ്പോൾ അവർ അവിടുന്ന് പിന്നെ ഒന്നുകൊടുത്ത് എല്ലാം കൂടി എത്തുമ്പോൾ 4 മണിയായി. അപ്പോഴേക്ക് അവര് അസർ നിസ്കരിച്ച് വീട്ടിൽ നിന്ന് ജനാസ നിസ്കാരം നടത്തി എടുക്കാൻ ഒരുങ്ങുകയാണ്. ഞാൻ വിളിച്ചു പറഞ്ഞു 15 മിനിറ്റ് കൊണ്ട് ഞാൻ എത്തും എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല അവരെ കൽബിൽ തോന്നിച്ചു കൊടുത്തു. ആ 15 മിനിറ്റ് കൂടി കാത്തുനിന്ന് ഞാൻ അവിടെ ചെന്ന് അങ്ങനെ രണ്ടാമത് നിസ്കാരം നടത്തി. ഞങ്ങളും നിസ്കരിച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവരെ അതാ മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പായി ഹറമിൽ കൊണ്ടുപോയി അവിടെയും നിസ്കാരം നടത്തി. പിന്നെ ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുവരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. എത്രയാണ് ആലിമീങ്ങൾ, എത്രയാണ് മുതഅല്ലിമീങ്ങൾ, എത്രയാണ് പണക്കാർ. മുഴുവൻ ആളുകളും മുഅല്ല നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി 1000 വട്ടം ഇങ്ങനെ തഹ്ലീലുകൾ ഓരോരുത്തരും ചൊല്ലിയിട്ടുണ്ടാവും. ഒരു 10 പ്രാവശ്യമെങ്കിലും യാസീൻ ഓതിയിട്ടുണ്ടാകും, ഇഖ്ലാസ് മാവിദത്തൈനി ഓതിയിട്ടുണ്ടാകും. അങ്ങനെ തസ്ബീത്തും തബാറക്കയും ഇതെല്ലാം ചൊല്ലി ഇലാ ഹദ്റത്തിൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവര്
ഓതുകയും ചെയ്യുന്നു. സാധുവായ എനിക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, അതിലുള്ള ആ ഉസ്താദായ ആലിമീങ്ങളൊക്കെ താജുല്ലമയും എം എ ഉസ്താദും എന്റെ ഉസ്താദായ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് ബഹറുൽ ഉലൂം അവர்களுം അങ്ങനെയുള്ള ഉസ്താദുമാരും ആലിമീങ്ങളും അവരെല്ലാവരും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സ്വഹാബികളിൽ നിന്ന്, അയിമ്മത്ത് മുജ്തഹിദുകളിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന്, ആരിഫീങ്ങളിൽ നിന്ന് പരമ്പരയായി മനസ്സിലാക്കി വന്ന ഇൽമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, അതാണ് പ്രചരിപ്പിക്കുന്നത്. സാധുക്കളായ ഞങ്ങളും അത് തന്നെയാണ്. ഒരക്ഷരം പോലും ഞങ്ങൾ വ്യത്യാസപ്പെടുത്തുന്നില്ല. ഞങ്ങൾ ഒരു കാര്യവും അത് മാറ്റിമറിക്കുന്നില്ല. അവർ പറഞ്ഞതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തെറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഈ തൗഫീഖ് തരുന്നത്. അതിനുവേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് മർക്കസ് സഖാഫത്ത് സുന്നിയയും ജാമിഅ സഅദിയയും സിറാജുൽ ഹുദയും എല്ലാം അതിൽപ്പെട്ടതാണ്. അങ്ങനെ കൊടുകല് നമുക്ക് അൽഹംദുലില്ലാഹ് കൊണ്ടങ്കേരിയിൽ സ്ഥാപനമുണ്ട്, കൊട്ടമുടിയിൽ മർക്കസിന് നേരിട്ടുള്ള സ്ഥാപനമുണ്ട്. ഇവിടെ ഇപ്പോൾ അൻവാറുൽ ഹുദ ഉണ്ടായി വരുന്നു. ഇതെല്ലാം ഒരേ ഒരു ലക്ഷ്യം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അഥവാ കഴിഞ്ഞുപോയ സാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ അവര് പഠിപ്പിച്ച മാർഗം വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ വറഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ്ദിയബി. മുഴുവൻ അമ്പിയാക്കളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് ഇൽമു ലഭിച്ചിട്ടുള്ളത്. അവർക്കൊക്കെ അങ്ങനെയുള്ള ഇൽമു അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഇൽമു കശംസി തൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുകില്ലു തർവ മിൻ അമമി. ആ സൂര്യനെ നോക്കിയാൽ അതിന്റെ രശ്മി കൊണ്ട് നോക്കാൻ കഴിയാത്ത സൂര്യനെ പോലെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വരെ സാധിക്കാത്തവരാണ്. എങ്കിലും അവിടത്തോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് അതാ ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ഒന്ന് എഴുതിയിട്ട് നിൽക്കുക ഒരു മിനിറ്റ്. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ غير منهدم ومن تكن برسول الله نصرته إن تلقه الأسد في أجامها تجمي. ഓ ജനങ്ങളെ, നിങ്ങൾക്കും എനിക്കും എല്ലാം പിടിക്കാനുള്ള പിടിവള്ളി, ഒരു തൂണ്, ഒരു അഭയം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കേട്ടോ. തങ്ങളെ മുറുകെ പിടിച്ചിട്ട് പിന്നെ നിങ്ങളുടെ നേരെ നരിച്ച വന്നാലും പുലി വന്നാലും എന്തു തന്നെ ചാടി വന്നാലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഹബീബായ റസൂലുള്ളാഹിനെ പ്രിയം വെച്ചുകൊണ്ട് ജീവിക്കുന്ന, അവിടുത്തെ മുത്തബീകളെ പ്രിയം വെച്ച് ജീവിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നമുക്കിവിടെ വളരണം, അതിവിടെ നിലനിൽക്കണം. ഇവിടെ ഇസ്ലാം ഒരിക്കലും അന്യമതക്കാരെ ചീത്ത പറയുന്നവരോ വെട്ടിപ്പിടിക്കുന്നവരോ അല്ല. അങ്ങനെ സമാധാനത്തിന്റെ മതമായ ഇസ്ലാം, ഇസ്ലാമിന്റെ ചിട്ടയും ഇസ്ലാമിന്റെ അദബും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്ന ഹാഫിളീകളെ വളർത്തിയെടുക്കാൻ, അതുപോലെ ദീനിയായ വിദ്യാഭ്യാസം പഠിക്കുന്നതോടൊപ്പം എവിടെയും ചെന്ന് പ്രസംഗിക്കാൻ കഴിയുന്ന നല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദുവിലും എല്ലാം പ്രസംഗിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ വളർത്തെടുക്കാൻ
അതാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ ദഅവാ കോളേജും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹായിക്കണം എല്ലാവരും. നിങ്ങളിങ്ങനെ കേട്ടാൽ മാത്രം പോരാ, എല്ലാവരും സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരുമാറാകട്ടെ. الله تعالى يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. علم കൊടുക്കപ്പെട്ടവരെ ഒരുപാട് അല്ലാഹു ഉയർത്തി ഉന്നതമായ സ്ഥാനത്തെത്തിക്കുമെന്ന് പറഞ്ഞ ആ മഹാന്മാരുടെ കൂടെ അവരോട് കൂടെ ഉയർച്ചയിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങളെ എല്ലാം വളർത്താനുള്ള മുഴുവൻ കഴിവുകളും നീ നൽകണേ അല്ലാഹ്. അതിന്റെ എതിരിൽ വരുന്ന മുഴുവൻ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കയ്യിൽ യാതൊരു ആയുധവുമില്ല, നിന്റെ സഹായമാണ്. അർഹമുറാഹിമായ അല്ലാഹ്, നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവിധ കഴിവും തൗഫീഖും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകിത്തരണം റഹ്മാനേ. ഞങ്ങൾക്ക് ആയുസ്സ് നൽകിത്തരണം റഹ്മാനേ. ആയുസ്സ് നൽകണം റഹ്മാനേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന ആളുകളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. അതുകൊണ്ട് നിങ്ങളെല്ലാം ദുആ ചെയ്യണം. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. പേരോട് റഹ്മാൻ സഖാഫി പ്രസംഗിക്കാനുണ്ട്, വേറെയും പല പ്രസംഗവുമുണ്ട്. എല്ലാവർക്കും കുറച്ച് സംഭാവന തരണം. ഇതിവിടെ ഒരാൾ സംഭാവന ഒന്ന് എൻ്റെ കയ്യിൽ തന്നെ തരണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചതാണ്. അതുപോലെ സ്വർണത്തിന്റെ ഒരു പുതിയ ഒരു സ്ത്രീ ഒരു സ്വർണത്തിന്റെ മോതിരവും കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു തആല അതെല്ലാം കബൂലാക്കട്ടെ. അതുപോലെ നേരത്തെ വരുമ്പോഴും ചെറിയൊരു സംഭാവന ആരോ എൻ്റെ കൈ തന്നീന്, അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല സംഭാവന തരണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആരാ ഉള്ളത്? ഇരിക്കും. ബിസ്മില്ലാ. ഇരിക്കാം. ബേക്കർ ഉസ്താദിനും മഹ്മൂദ് ഉസ്താദിനും വയനാട് അസം മുസ്ലിയാർ ഇങ്ങനെ എല്ലാ ആലിമീങ്ങളും നമ്മുടെ തങ്ങന്മാരൊക്കെ അവിടെ ഉണ്ട്. അവർക്കെല്ലാം ഇല്ല, ഇപ്പൊ അങ്ങനെ പിരിവൊന്നും എടുക്കുന്നില്ല. കസാല ഇല്ല, ഇപ്പൊ എടുക്കുന്നില്ല. വലിയ സംഖ്യ 5000, 2000, 1000 റുപ്യന്റെ താഴോട്ടുള്ളവരൊക്കെ കുറച്ചാളും കൂടെ തന്നാൽ മതി. റഹ്മാനുറഹീമായ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബാക്കി പേരോന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ആയത്തിന്റെ മേലോട്ട് ബാക്കിയുള്ളത് പേരോന്റെ പ്രസംഗം കൂടി കഴിഞ്ഞിട്ട് ഇങ്ങടിക്ക് ഇല്ലേ 1000 അതെല്ലാം കൊണ്ടുവരണം. ₹1000 അൽഹംദുലില്ലാഹ്. 1000 ಅದರ ಮಧ್ಯದಲ್ಲಿ ಪತ್ರಕರ್ತರಿಗೆ ಉಸ್ತಾದರವರ ಭಾಷಣದ ತುಣುಕುಗಳನ್ನು ಸ್ವಲ್ಪ ವಿವರಿಸ್ತಾ ಇದ್ದೀನಿ. ಇಸ್ಲಾಂ ಧರ್ಮ ಖಡ್ಗದಿಂದಲೋ ಅಥವಾ ಯಾವುದೇ ಆಯುಧದಿಂದಲೋ ಇಲ್ಲಿ ಪ್ರಚಾರಗೊಂಡಿದ್ದಲ್ಲ. ಅದೇ ರೀತಿಯಲ್ಲಿ ಹಣ ಮತ್ತಿತರ ಯಾವುದಾದರೂ ಸಂಪತ್ತಿನ ಆಮಿಷದಿಂದಲೋ ಇಸ್ಲಾಂ ಧರ್ಮ സക്കരിയ എർമാട് 25,000 ഉറുപ്പിക സംഭാവന അല്ലാഹു തആല എല്ലാം സ്വീകരിക്കും.